അതില്ലേ ഒരു ദിവസം എൻ്റെ കൈ എൻ്റെ അച്ഛൻ നിന്റെ കയ്യിലേക്ക് വെച്ചു തരും. അന്ന് രാത്രി ഞാനൊരു ഗ്ലാസ് പാലൊക്കെ ആയി നിന്റെ അടുത്ത് വരും. അതിന്റെ പകുതി നീയും പകുതി ഞാനും കുടിച്ചു കേട്ട് നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. You smell so hot. ഒരു കാര്യം പറയാം, ആമസോൺ വരുത്തിയ പെർഫ്യൂമാ. പൊട്ടനാ പോടി. ഷർട്ട് ആരും വരാൻ പറഞ്ഞില്ലല്ലോ. ഷർട്ട് ഇടും. നിനക്ക് ചെമ്പകപ്പൂവിന്റെ മണോ? പോയി നോക്ക. നിങ്ങളായിരുന്നാ അവിടെ പോയി ഇരിക്കടാ. എടാ അതെ, ഒരു അടിപൊളി ഐറ്റം കിട്ടിയിട്ടുണ്ട്, ആൽക്കഹോൾ ബൂസ്റ്റർ. ഒരു പ്രാവശ്യം അടിച്ചാൽ 5 പ്രാവശ്യം അടിച്ച എഫക്റ്റ് കിട്ടും. നമ്മുടെ മായണ്ണൻ്റെ വാങ്ങിച്ചാണ്, പക്ഷെ കുറച്ച് പൈസ ആവശ്യമുണ്ട്. അത് നീ തരണോളിയാ. മായണ്ണനാ? അതാര്? എടാ മറ്റേ അണ്ണല്ലേ ഇന്ന് വൈകുന്നേരം ബൈക്കിൽ വന്ന് ഷോ ഇറക്കി പിന്നെ നമ്മളെ കമ്പനിയായ ആ അണ്ണ. എടാ നീ വേണ്ടാത്ത വള്ളിയൊന്നും പിടിച്ച് വലിക്കല്ലേ. ഇതാരേതാന്ന് ഒരു പിടിയില്ല. ഇതുപോലെ മയക്ക് വരുന്നാണെങ്കിലോ? എടാ ഇത് മയക്ക് മരുന്നൊന്നല്ല അളിയാ, നമുക്കൊന്ന് അടിച്ചോ കളിയാ. വെറും ആൽക്കഹോൾ ബൂസ്റ്റർ അത്. പ്ലീസ് റാ ഒന്ന് അടിക്കാടാ. നിനക്ക് ഇതിനെ കുറിച്ച് എന്താ അറിയാ? എടാ ചൈനയിലെ DX സെന്ററിൽ ആൽക്കഹോൾ കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ് ഈ സാധനം. എടാ ഇതൊരു സിമ്പിൾ മെഡിസിനാ. 100 ml ഇതിട്ട് കുടിച്ചാൽ 1 ലിറ്റർ കുടിച്ചാൽ കിക്ക് കിട്ടും. അതായത് ബീറ്റാമീഥേൻ ടെട്രാക്ലോറോ എൽ ഗ്ലൂട്ടമൈൻ. സിമ്പിൾ മെഡിസിൻ. ഇത് വേണോ? അവന്റെ ഒരു ആഗ്രഹമല്ലേ, നമുക്കൊന്ന് വാങ്ങി നോക്കാം. എത്രയാവോടാ? എടി ഞാനേ 500 രൂപ കൊടുത്തിട്ടുണ്ട്, ബാക്കി പൈസ നിങ്ങൾ തന്നാൽ മതി. അപ്പൊ എത്ര തരണം? ഒരു 9500, അതായത് 9500 bucks അത്രേ ഉള്ളൂ. അത്രയും കാശ് എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. ഗൂഗിൾ പേ ചെയ്താൽ മതിയോ? അങ്ങനെ ഗൂഗിൾ പേ ഒന്നുമില്ല. ഉണ്ടാ? ഇല്ല, പൈസ ആയിട്ടുണ്ടെങ്കിൽ ഇതാ. ഒരു കാര്യം ചെയ്യ്, എൻ്റെ വല്ലതും കാണും. ഉണ്ടാ? ഞാൻ തരാം. എടാ അച്ഛൻ വിളിക്കുന്നുണ്ട്, ഒരു മിനിറ്റ്. ഞാനും പോണോ? ഹലോ. ആ അച്ഛാ. മൊത്തം ഉണ്ടെന്ന് തോന്നുന്നു. പോയിട്ട് വാ. സോറി അളിയ, ഞാൻ പൈസയും കൊടുത്ത് ടക്കനെ വരാം. പുള്ളി എന്നെ അവിടെ കാത്തു നിൽക്കുകയാണ്. പിന്നെ നമുക്ക് പോയിട്ട് വന്നിട്ട് ബിയർ വാങ്ങിച്ച് ഇത് അതിനകത്തിട്ട് അടിച്ച് പൊളിച്ച് രാത്രി തിരിച്ചു വരാം. പൊളിക്കാം. പൊന്നേ എൻ്റെ ഒരു കാര്യം. ലച്ചു എന്ത് പറ്റി? ലച്ചു ഗൗരാൻറ്റിക്ക് ചെസ്റ്റ് പെയിൻ ആയിട്ട് ICUയിൽ അഡ്മിറ്റ് ചെയ്തെന്നു. നിന്നെപ്പോഴും വീഡിയോ കോൾ വിളിക്കുന്ന ആന്റിയാണോ? ഒന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു. എടാ ലച്ചുവിന്റെ ആണ്ടിക്ക് ചെസ്റ്റ് പെയിൻ ആയിട്ട് ICUല. ലച്ചു ഒന്നും പറ്റില്ല. She'll recover. എന്നാ നിങ്ങൾ രണ്ടുപേരും പോയി കിടന്നോ. അച്ഛൻ കുറച്ചേരം കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റസേ വാ പോവാ. മാളു എന്തുണ്ടെങ്കിൽ വിളിക്ക്. ഓക്കെ ഓക്കെ വാ പോവാ. ശങ്കു, ട്രിപ്പ് നടക്കുമെന്ന് തോന്നലടാ. അവളെ ആന്റിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചാണ്. വല്ല ഇൻഫാർഷൻ അയക്കൂ. ഇനി ആർക്കറിയാം. ഹലോ. നീ റെഡിയാ? അല്ല നിങ്ങൾ എന്താ റെഡി ആവുന്നില്ലേ? നമുക്ക് പോണ്ടേ? പോണം. അപ്പൊ ഗൗരി ആന്റി എന്തായി? എടാ അവളുടെ ആന്റിക്ക് ഗ്യാസ് കയറിയതായിരുന്നു. അവര് വെറുതെ സംസാരിച്ച് ഓവറാക്കിയതാ. പിന്നെ രാത്രി ആയതുകൊണ്ട് നിങ്ങൾ അറിയിക്കാൻ. അല്ല സംസാരിച്ചൊക്കെ സമയമില്ല. വേറെ റെഡിയോ.
ഇതെന്താ ചേട്ടാ എന്തുറ്റി? ഒന്നുമില്ല മോളെ, ഇന്നലത്തെ പാർട്ടി കഴിഞ്ഞ് കംപ്ലീറ്റ് ഓഫേ കിടക്കുക. എത്രയും പെട്ടെന്ന് ഇവരെ എടുത്ത് ഇവിടുന്ന് മാറ്റണം, ഇല്ലെങ്കിൽ മുതലാളിയുടെ തെറി മൊത്തം ഞങ്ങൾ കേൾക്കേണ്ടി വരും. ഡേയ് ശ്വാസം ഉണ്ടോ? അല്ല, ചെക്കൗട്ട് ആണോ? അല്ലല്ല, നമ്മൾ ട്രക്കിങ്ങിന് പോയിട്ട് വരാം ചേട്ടാ. ഓക്കെ, ശരി, പോയിട്ട് വാ. റൈറ്റ്. എല്ലാം കിടക്കണ എല്ലാം അടിച്ച് ഓഫായി കിടക്കണേ. അതെന്തെങ്കിലും ആവട്ടെ, നീ കേറ്, നമുക്ക് പോവാം. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. സൂക്ഷിച്ചു ഇത് ബാക്കി വെച്ചേ. എടാ, എനിക്ക് ഇന്നലത്തെ നല്ല ഹാങ് ഓവർ ഉണ്ട്. ഞാൻ ഇതൊന്ന് അടിച്ചോട്ടെ. രാവിലെ തന്നെ വേണോ? അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ട്. ഈ സാധനം അടിച്ചാലാ? നമുക്ക് സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി അടിക്കാം. നിങ്ങൾ അടിക്കണ്ട, ഞാൻ അടിച്ചോളാം. സെൽഫിഷ്. എന്തെങ്കിലും Cheers. പോലീസ് പോലീസ് മാറ്റി വെക്കട സാധനം, മാറ്റി വെക്കടാ. ഒതുക്കൊതുക്ക്. പണി പാള് കളിയോ? എങ്ങോട്ടാ സാർ? ഞങ്ങൾ ജസ്റ്റ് ട്രക്കിങ്ങിന് പോവാ സാർ. ഞങ്ങളെല്ലാവരും മെഡിക്കൽ സ്റ്റുഡൻസാ. ഇതൊക്കെ ആയിട്ടാണോ ട്രക്കിംഗ്? ഇതല്ല, ഇത് സാർ എടുത്തു. ആഹാ, നീ ഭയങ്കര ഹോസ്പിറ്റലാണല്ലോ ചെറുക്ക. എന്തോ പന്തികേടുണ്ടല്ലോ. ഒരു കാര്യം ചെയ്, സാറിനെ കണ്ടിട്ട് പോയാൽ മതി. സാറേ, കുറച്ച് മെഡിക്കൽ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. മദനങ്കൾ അതാരാ? എന്റെ നമ്മുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. സാറേ, 2 പയ്യന്മാരും പെമ്പിള്ളേരും ഒക്കെ എന്തോ ചുറ്റിക്കളയും അതിൽ കുപ്പിയൊക്കെ ഉണ്ട്. വണ്ടി ഓഫ് ചെയ്യടാ. മദനങ്കൾ അല്ലേ? ആരാ പേര് വിളിച്ചേ? എന്നെ എങ്ങനെ അറിയാം? ഞാൻ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ശ്യാമളയുടെ മോളാ. അമേരിക്കയിലുള്ള ശ്യാമള. അതെ. ഞാൻ ശ്യാമളയ്ക്ക് 1-2 മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചിരുന്നു. റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അല്ല, അത് അമ്മ ഭയങ്കര തിരക്കില്ല അവിടെ. പിന്നെ ടൈം സോണും വേറെ ആണല്ലോ അവിടെ. ഞാൻ എന്തായാലും പറയാം അമ്മയോട് അങ്ങളെ പറയണം, മറക്കരുത്. എന്നാ ഞങ്ങള് പോകട്ടെ അങ്ങളെ? സാർ, ബിയറൊക്കെ ഉണ്ട്. ബിയർ എന്താ നിനക്ക് വേണം? ബിയർ അടിച്ചോ? അല്ല, പൊക്കോ. ശരി, താങ്ക് യു അങ്ങളെ. പറയണം അമ്മയോട്. പറയാം. ബൈ, ഹാപ്പി ജേർണി. സാർ, പോവാ. വണ്ടി മാറ്റിയറാ. ആരേ മദനൻ? അത് അമ്മയുടെ പഴയൊരു ക്ലാസ്മേറ്റാ. ഭൂലോക കോഴിയാ. കുറെ കാലം അമ്മയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. എന്നാ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ മമ്മിയുടെ എക്സിനെ വിളിച്ച് പറ, ഞാൻ ബിയർ അടിക്കാണ്, നമ്മളെ പിടിക്കല്ലേ. അയാളെ അവിടെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കാണായിരുന്നു. എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല. ഇതിന് ചിരിക്കാൻ എന്താ ഇത്ര ഉള്ള? നിന്റെ മമ്മിയുടെ എക്സ് വൈസ്. Hey!
തന്നെ അടിക്കാം. ഈ വണ്ടി അങ്ങോട്ട് കൊടുക്കും, നല്ല വൈബായിരിക്കും, സെറ്റ് ആവും. ഓക്കേ. കൊള്ളാൻ സാധനം. എടാ അടിച്ചിട്ടൊന്നും തോന്നില്ലടേ. കയ്യിലെ പൈസ പോയെന്നാ തോന്നുന്നത്. പക്ഷെ എന്തായാലും സ്ഥലം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എവിടെ ഒന്നടിച്ചാ 5 മാറുന്ന ഫിറ്റ് എവിടെ? എടാ ഞങ്ങളല്ലേ നിന്റെ അടുത്ത് വെക്കണ്ടേ, നീ ഓരോന്നും വാങ്ങിച്ചോണ്ട് വന്നിട്ട്. ഒരു എഫക്റ്റും ഇല്ല. ആൽക്കോ ബൂസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. എടേ എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ഡൈക്ലോറോ, ഡൈമീത്താൽ, ടെട്ര, ഒലക്കട മൂട്. എടാ മറ്റേ അണ്ണ നിങ്ങളെ പറ്റിച്ചെന്ന് തോന്നുന്നു, അല്ലാതെ വെറുതെ. എല്ലാം കൂടി എന്നെ എങ്ങനെ അപമാനിക്കാതെ. ഞാൻ വെള്ളത്തിൽ ചാടാൻ നല്ല കാര്യം, പെട്ടെന്ന്. തിരിച്ചുള്ളടാ. പിന്നെ വേറൊരു കാര്യം പറയാം. ഡേയ് അത് കണ്ട, അത് തൂക്കിയിട്ടേക്കണ, അത് കണ്ട, അത് പുട്ടവിക്കാൻ വെച്ചേക്കണല്ല, അത് പാട്ടിടാനുള്ള സാധനമാണ്. പോയിട് പോ കിഴങ്ങേഷ്, പോയിട് പാട്ടിട്. അപ്പൊ കറക്റ്റ് വൈബാവും നമ്മള്. പോയിട്. ഡേയ് ഇപ്പൊ നോക്കിക്കോ.